ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൊക്കാറ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ്. എല്ലാം ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണ്. എല്ലാം അടിപൊളി വെറൈറ്റീസാണ്. ഇതാണ് ഒരു സൈസ് ഓഫ് പ്ലാന്റ്. ഇത് വന്നിരിക്കുന്നതിനകത്തുള്ള ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതും ഒരല്പം ചെറുതും ആയിട്ടുള്ള സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ്. അപ്പം താല്പര്യമുള്ളവർ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇട്ട് തരാം. എല്ലാം നല്ല സൂപ്പർ പ്ലാന്റ്സാണ്, ഫ്രഷ് പ്ലാന്റ്സാണ് എല്ലാം. വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാനിപ്പം ഈ വീഡിയോടൊപ്പം തന്നെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 550 ആണ് പ്ലാന്റ്സിൻ്റെ റേഞ്ച്. ഈ കാണുന്ന ഫോട്ടോസൊക്കെയാണ് അവൈലബിൾ പ്ലാന്റ്സ്. എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ പ്ലാന്റ്സ് മാത്രമല്ല, ഡെൻഡ്രോബിയം സീഡ്ലിങ്സും നല്ല വെറൈറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാന്റ്സുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിടുക. അതിനുശേഷം ഇതേ രീതിയിൽ ഹാങ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ്സ് വളർത്താം. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ റൂട്ട്സുകൾ വരുന്നുണ്ടല്ലേ. നന്നായിട്ട് ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം, മീൻസ് നന്നായിട്ട് വാട്ടറിങ് ചെയ്യണം. ഒരു 2 നേരമെങ്കിലും. നല്ല ചൂടുള്ള സമയത്ത് ഒരു 3 നേരം വാട്ടർ ചെയ്യണം, അത് ഹാങ് ചെയ്തിട്ട് വളർത്തുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റൂട്ട്സ് വരും. നന്നായിട്ട് ഒരുപാട് റൂട്ട്സ് ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ഇതേപോലെ പോട്ട് ചെയ്ത് പ്ലാന്റ്സ് വളർത്താം. അതിനകത്ത് സ്റ്റേ ആയിട്ടൊരു തടിയുടെ പീസോ അല്ലെങ്കിൽ പൈപ്പുകളോ ഒക്കെ കൊടുത്ത് പ്ലാന്റ് സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കരിക്കഷ്ണങ്ങളോ ഒക്കെ ഉപയോഗിച്ച് പ്ലാന്റ്സ് നന്നായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.